പ്ലാസ്റ്ററിൻ്റെ മുകളിൽ കുറേ ചിത്രപ്പണിയൊക്കെ ചെയ്ത് ഗെറ്റ് വെൽ അവർ അമ്മ സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആട്ടം നോക്കി ഫാനും നോക്കി ഇങ്ങനെ കിടക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ എനിക്കൊരു കോമഡി തോന്നി, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ആ വാക്കുകളൊക്കെ വെച്ചിട്ടൊരു കോഡ് ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ യൂണിയൻ ലിസ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യൂണിയൻ ലിസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാക്കുകളിലുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗെറ്റ് വെൽ അവർ അമ്മ അതാണ് കോഡ്. അപ്പോൾ ജി പറയുന്നത് ജിയോളജിക്കൽ ബൊട്ടാണിക്കൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ യൂണിയൻ ലിസ്റ്റിലാണ്. ഈ ഇലക്ഷനാണ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പാർലമെൻറ്റിൻ്റെ മെമ്പേഴ്സൊക്കെ ഇലക്ഷൻ. ടി പറയുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ടെലഗ്രാഫ്, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രീറ്റീസ്, ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ്. അടുത്തത് വെൽ, അതിൽ വാർ ആൻഡ് പീസ് വരുന്നുണ്ട്. ഈ എസ്റ്റേറ്റ് ഡ്യൂട്ടി, എക്സ്ട്രാഡിഷനൊക്കെ വരുന്നുണ്ട്. എല്ലിൽ ലൈറ്റ് ഹൗസ്, പിന്നെ ലോട്ടറി, അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ്. അവർ ഓയിൽ റിസോഴ്സസ് ആൻഡ് മൈൻസ്, പിന്നെ ഈ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന ഓഫൻസസ്. പിന്നെ യു പറയുന്നത് UN ഉണ്ട്, UPSC ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 6 RBI, റെയിൽവേ, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. അമ്മയിൽ നോക്കിക്കോ, ആർമഡ് ഫോഴ്സ് വരുന്നുണ്ട്, ആർമി, നേവി, എയർഫോഴ്സൊക്കെ വരുന്നത്. പിന്നെ എമ്മിൽ മേജർ തുറമുഖങ്ങൾ, മാരിടൈം, ഷിപ്പിംഗ് തുടങ്ങിയവ വരുന്നുണ്ട്. പിന്നെ മേജർ വാട്ടർ വേസ് അല്ലേ, ജലഗതാഗതങ്ങൾ വരുന്നുണ്ട്. പിന്നെ എയിൽ എയർക്രാഫ്റ്റ് വരുന്നുണ്ട്. കൂടാതെ പ്രതിരോധം, ഡിഫൻസും ഫോറിൻ അഫയേഴ്സും, ഇൻഷുറൻസ്, ഇൻകം ടാക്സ്, സെൻസസ്, സിറ്റിസൺഷിപ്പ്, ബാങ്കിങ് തുടങ്ങിയവയൊക്കെ എന്തിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. യൂണിയന്, പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.